എയർ ഫ്രൈയിൽ ചിക്കൻ ഡ്രൈ ആകുന്നു, ടേസ്റ്റ് കിട്ടുന്നില്ലേ? ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ ആ പ്രശ്നം വന്നിട്ടില്ല. ഞാൻ എപ്പോൾ ചിക്കൻ തയ്യാറാക്കിയാലും അത് ജ്യൂസി ആയിട്ടാണ് കിട്ടാറുള്ളത്. അതിൻ്റെ സീക്രട്ട് ഒരു മസാലക്കൂട്ടാണ്. കുറച്ച് ചെറിയ ടിപ്സും ഉണ്ട്. എങ്ങനെയാണെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മസാലക്കൂട്ടിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വലുപ്പം കണ്ടോ, ആ വലുപ്പത്തിലാണ് എടുക്കുന്നത്. ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, നമ്മുടെ പെരുംജീരകം പൊടി. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ചത് മസാലക്കൂട്ടാണ് കേട്ടോ. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ കറക്റ്റ് ചിക്കനിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട സഹായിക്കും. അപ്പോൾ നമ്മളൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായി കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത്, ശരിക്കും നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനായിട്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ, നമുക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൽ നന്നായി മസാല പുരട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെങ്ങനെയാണ് മസാല തയ്യാറാക്കാറ്? ഇതുപോലെയാണോ? നിങ്ങളുടെ കൂട്ട് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിതൊരു അരമണിക്കൂറോളമാണ് വെച്ചിട്ടുള്ളത്. ഇനി എയർ ഫ്രയറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എയർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ വേണ്ടൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്പ്രേ കുപ്പി ഇട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചിലവാവുള്ളൂ. അപ്പം നമ്മളത് എയർ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ടൈം വയ്ക്കുന്നത് 180 ഡിഗ്രിയിൽ 21 മിനിറ്റാണ് വയ്ക്കുന്നത്. അത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആയി കിട്ടും. ഇത് 5 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇതിലെനിക്ക് ലൈറ്റിൻ്റെ ഇതുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൂടെ നോക്കിയിട്ട് മനസ്സിലാക്കാറുണ്ട്. ഇത് ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മറിച്ചിടണം. നമുക്ക് എന്തോരം ഫ്രൈ ആയിട്ട് കിട്ടണം അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുത്താൽ മതി, മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 7 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാറുണ്ട്. ലാസ്റ്റത്തെ അതിലിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചിക്കൻ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കും ജിമ്മിലൊക്കെ പോണവർക്കൊക്കെ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ആയിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഇങ്ങനെ ചിക്കൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും അത് ചെയ്യാതെ ചിക്കൻ വറുത്ത് കഴിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ വേണ്ടാന്ന് വെച്ച് കറി വെച്ചിട്ടായിരിക്കും മിക്കവരും കഴിക്കുക. ഇനി ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ചിക്കൻ കഴിക്കാൻ പറ്റും. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകല്ലേ. അതുപോലെ ഇതുപോലെ നിങ്ങളുടെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ
ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി എന്നാ.